ദേവ കൺമണിയെ തന്നെക്കാളേറെ സ്നേഹിക്കാൻ തുടങ്ങാൻ പോവുകയാണ്. അതെ, കൺമണി എന്ന ആ പാവം പെൺകുട്ടിയുടെ വിലയും സ്നേഹവും സഹതാപവും കരുണയും എന്താണെന്ന് ദേവ തിരിച്ചറിയുകയാണ്. അങ്ങനെ കൺമണിയും ദേവയും ഒന്നിക്കുകയാണ് സ്നേഹവും കൊണ്ട്. മാനസികമായി ഇപ്പോൾ കൺമണിയോട് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ കഴിയാത്ത ദേവ പതിയെ പതിയെ കൺമണിയുടെ നന്മയും സ്നേഹവും എന്താണെന്നും മധുരിമയെക്കാളും ഒരുപാട് മുകളിലാണ് കൺമണി എന്ന ആ പെൺകുട്ടിയെന്നും ഇവൾ തന്നെയാണ് തൻ്റെ ഭാര്യയായി ജീവിക്കേണ്ടതെന്നും ഇവൾ തന്നെയാണ് ഉത്തമയായ ഭാര്യയെന്നും ദേവയ്ക്ക് ബോധ്യം ആകുന്നതോടുകൂടി കൺമണിയോടുള്ള സ്നേഹം പൊട്ടിപ്പുറപ്പെടുകയാണ് ദേവയ്ക്ക്. അങ്ങനെ ദേവയ്ക്ക് കൺമണിയോട് തന്നേക്കാളേറെ മനസ്സിൽ സ്നേഹം തോന്നുകയാണ്. തന്നേക്കാളേറെ ദേവ കൺമണിയെ സ്നേഹിക്കുന്നു. ആ സ്നേഹം കൺമണിയോട് തുറന്നു പറയുന്നു. അത് ഒരു പ്രണയം പോലെ, ഒരു നല്ല ദാമ്പത്യ ജീവിതം പോലെ അവരുടെ ജീവിതം മുന്നോട്ട് പോവുകയാണ്. ദേവയ്ക്ക് തന്നോട് സ്നേഹം മാത്രമാണ് എന്ന് കൺമണി ദേവയിൽ നിന്നറിയുമ്പോൾ അവൾക്ക് അടക്കാൻ പറ്റാത്ത സന്തോഷമാണ് മനസ്സിൽ ഉണ്ടാവുന്നത്. അങ്ങനെ ദേവയും കൺമണിയും ഒന്നിക്കുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും പകരം വെക്കാനില്ലാത്ത സ്നേഹം ദേവ കൺമണിക്ക് കൊടുക്കുമ്പോൾ ദേവയ്ക്ക് മുമ്പിൽ തൻ്റെ സകല സ്നേഹവും കൺമണിയും തുറന്നു കാണിക്കുകയാണ്. അങ്ങനെ ദേവയും കൺമണിയും ഒന്നിച്ചുള്ള ഒരു സന്തോഷകരമായ ജീവിതം കുടുംബത്തിന് മുൻപിലും എല്ലാവരെയും ഞെട്ടിക്കുകയാണ്. ഏട്ടത്തിമാരെയാണ് അത് കൂടുതൽ നിരുത്സാഹപ്പെടുത്തുന്നത്. കൺമണി എന്തു കുറവുള്ളവളാണെങ്കിലും മനസ്സിലെ നന്മ കൊണ്ട് അവൾ ആർക്കും പകരം വെക്കാനില്ലാത്ത സമ്പന്നയായ ഒരു പെൺകുട്ടിയാണെന്ന് ദേവ മനസ്സിലാക്കുന്നു. ഒരുപക്ഷെ അച്ഛൻ്റെ തീരുമാനം തന്നെയായിരുന്നു നല്ലതെന്നും മധുരിമയേക്കാൾ ഏറെ നല്ല ഒരു പെൺകുട്ടിയാണ് കൺമണിയെന്നും അവളുടെ സ്നേഹവും എല്ലാം മനസ്സിലാവുകയാണ്. അങ്ങനെ ദേവയും കൺമണിയും സ്നേഹം കൊണ്ട് ഒന്നിക്കുന്നു. ദേവയ്ക്ക് കൺമണിയോട് അടങ്ങാൻ പറ്റാത്ത സ്നേഹം പുറത്തു വരികയാണ് ഉടനെ തന്നെ. അതും കൺമണി വീട് വിട്ടു പോകാൻ തനിക്ക് വേണ്ടി ജീവിതം ഒഴിയാൻ വരെ തയ്യാറാണെന്ന് ദേവ അറിയുമ്പോൾ